ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 11-12 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ജഡ്ജസ് ചാപ്റ്റർ 6 11 and 12. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന ഒഫ്രയിൽ അബിയസ്രനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്റെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനെ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാനുരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. വിശുദ്ധ വചനത്തിനകത്ത് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം നമ്മളിൽ ചില പ്രിയപ്പെട്ടവർക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെയും നമ്മൾ ഒന്നിച്ച് ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി വിഭാഗീയതകളില്ലാതെ പ്രാർത്ഥനയിൽ ഒരുമനപ്പെടേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് കുറച്ച് വ്യക്തമാക്കി തരുന്ന ഒരു സംഭവമാണ് ഈ അധ്യായം. മിഥ്യാന്യ ശക്തികൾ, വ്യക്തികൾ, വർഗം ഇസ്രായേലിൻ്റെ മേൽ ആധിക്യം പ്രാപിച്ചിരിക്കുന്നതായ സാഹചര്യത്തിൽ ഇസ്രായേൽ മക്കൾ മിഥ്യാന്യരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗുഹദ്വാരങ്ങളിലും ഗുഹകളിലും ദുർഗങ്ങളിലും ഒളിച്ചിരിക്കുന്ന സാഹചര്യം. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിഥ്യാന്യരും അമ്മോല്യോക്യരും കിഴക്കുദേശക്കാരും അവരുടെ നേരെ വരും. 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവർ അവർക്ക് വിരോധമായി പാളയം ഇറങ്ങി ഗാസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കത്തില്ല. ഒരു പ്രത്യേക സാഹചര്യം ഒരു രാജ്യം നേരിടുകയാണ്. എന്താണ് ആ രാജ്യം നേരിടുന്നതായ പ്രതിസന്ധി? അവർ വിതയ്ക്കുന്ന വിളകൾ, നന്മകൾ വളർന്ന് ഫലമുള്ളതാകുവാനായി തുടങ്ങുന്ന സാഹചര്യത്തിൽ മിഥ്യാന്യ വർഗം വന്ന്, ശത്രുക്കൾ വന്ന് അവരുടെ വിളകളെ നശിപ്പിച്ചു കളയും. ഒന്നും അവർക്ക് അനുഭവിക്കുവാൻ കഴിയുകയില്ല. എപ്പോഴും അസ്വസ്ഥതയുണ്ടാക്കുന്ന, എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, വ്യക്തിപരമായി കുടുംബങ്ങളായി അനുഭവിക്കേണ്ടതായ നന്മകളെ കവർന്നെടുത്തു കൊണ്ടുപോകുന്ന മിഥ്യാന്യ ശക്തികൾ, മിഥ്യാന്യർ എന്ന വിഭാഗം. ഇങ്ങനെ വലിയ ഒരു പ്രതിസന്ധി രാജ്യം നേരിടുമ്പോൾ, ഇങ്ങനെ വലിയൊരു പ്രതിസന്ധി ജനം നേരിടുമ്പോൾ ഒരു സംഭവം അവിടെ ഉണ്ടായത് അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസനായ യോവേഷിന്റെ കരുവേലകത്തിന്റെ കീഴിലിരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. ദേശത്ത് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, ദേശം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ, ദൈവജനം വലിയ പ്രതികൂലങ്ങൾ അനുഭവിച്ചപ്പോൾ, സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ ദൂതൻ ഒരു ചെറുപ്പക്കാരന് പ്രത്യക്ഷപ്പെടുകയാണ്. ആ ചെറുപ്പക്കാരൻ്റെ പേര് ഗിദെയോൻ എന്നാണ്. ദൂതൻ ഗിദെയോനോട് പറയുന്നു, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മാന്യ സഹോദരീ സഹോദരന്മാരോട്, ഏതൊക്കെ പ്രതിസന്ധിയുടെ നടുവിൽ നാം കടന്നുപോയാലും, ഏതെല്ലാം വെല്ലുവിളികളും മഹാവ്യാധികളും പ്രശ്നങ്ങളും നമ്മുടെ മുൻപിൽ വന്നാലും, ഈ ഒരു സത്യം നാം മറന്നു പോകരുത്. യഹോവ നമ്മോട് കൂടെ ഉണ്ട്.
സർവശക്തനാകുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. സർവശക്തനാകുന്ന ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളുടെ തലമുറയുടെ കൂടെ ഉണ്ട്. സർവശക്തനാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം വിട്ടുപിരിയാതെ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. മനുഷ്യൻ നിങ്ങളെ മറന്നാലും, ആൾക്കാർ നിങ്ങളെ കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിച്ചാലും, ദൈവത്തിന്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ നമുക്ക് കൈ പോലും തരാൻ മടിക്കുന്ന ഒരു സന്ദർഭമാണ്, ഒരു സാഹചര്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ പലരും അടുത്ത് വരാൻ പേടിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ അടുക്കൽ വരാൻ പേടിക്കാത്ത ഒരുവനുണ്ട്. നമ്മൾക്ക് കൈതരാൻ മടിക്കാത്ത ഒരുവനുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വരാൻ ഭയക്കാത്ത ഒരുവനുണ്ട്. നിങ്ങളുടെ ഒപ്പം വരുന്ന ഒരുവനുണ്ട്. നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരുവനുണ്ട്. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരുവനുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് കർത്താവിന്റെ മഹാസാന്നിധ്യമാണ്. അവന്റെ കരമാണ്, അവന്റെ കൃപയാണ്. ഇതാ ഗിദെയോനോട് ദൈവം പറയുന്നു, യഹോവ നിന്റെ കൂടെ ഉണ്ട്. ഭയന്നിരിക്കുന്ന, ആകുലപ്പെട്ടിരിക്കുന്ന, പ്രയാസപ്പെട്ടിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഗിദെയോന് ദൂതൻ പ്രത്യക്ഷമാകുന്നത്. ഇന്ന് പകലിൽ ശ്രദ്ധിക്കണം, ഈ ഒരു ഭാഗവും ശ്രദ്ധിക്കണം. ഈ സമയത്ത് അല്ലയോ പരാക്രമശാലിയെ, മൈറ്റി വാരിയർ എന്ന് ഗിദെയോനെ ദൂതൻ സംബോധന ചെയ്യുമ്പോൾ, വിളിച്ച് ധൈര്യപ്പെടുത്തി എഴുന്നേൽപ്പിക്കുമ്പോൾ, ഗിദെയോൻ അതിന്റെ മുമ്പിൽ പ്രതികരിച്ച പ്രതികരണം എന്താണെന്നറിയാമോ? ഗിദെയോൻ അവനോട്, വാക്യം 13, അയ്യോ യജമാനനെ, യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നത് എന്ത്? എല്ലാ കാലത്തും എല്ലാ സമയത്തും മനുഷ്യന്റെ ഒരു ചോദ്യമാണിത്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്താണ്? ദൈവം പ്രവർത്തിക്കുന്നെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ വരുന്നത് എന്താണ്? യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, തൻ്റെ ജനമായ ഇസ്രായേലിനോടൊപ്പം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രതിസന്ധി അനുഭവിക്കേണ്ടതായി വരുന്നു? അടുത്ത ചോദ്യം ഗിദെയോൻ ചോദിക്കുന്നത്, യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഭയങ്കരമായ ഒരു വിമർശകനെ പോലെ, ഒരു അവിശ്വാസിയെ പോലെ, ദൈവത്തെ കണ്ടിട്ട് പോലും അറിഞ്ഞിട്ട് പോലും ഇല്ലാത്തൊരു മനുഷ്യനെ പോലെ, ഉള്ളത്തിൽ നിന്ന്, വേദനയിൽ നിന്ന്, വിഷമത്തിൽ നിന്ന്, മുറിവിൽ നിന്ന് പ്രതികരിക്കുന്ന ഒരു ഗിദെയോനെ നിങ്ങൾക്ക് കാണാം. അവിടെ സാഹചര്യങ്ങൾ നിമിത്തം, അനുഭവിച്ച പ്രതിസന്ധികൾ നിമിത്തം, അനുഭവിച്ച പ്രശ്നങ്ങൾ നിമിത്തം, അനുഭവിച്ച വെല്ലുവിളികൾ നിമിത്തം, താനും തൻ്റെ കുടുംബവും തൻ്റെ ജനവും ഇസ്രായേൽ ജനം മുഴുവൻ അനുഭവിക്കുന്ന നിന്ദകൾ നിമിത്തം, കഷ്ടതകൾ നിമിത്തം, ഈ ദൈവത്തെ സേവിച്ചിട്ട്, ആരാധിച്ചിട്ട്, ഉയർത്തിയിട്ട്, ആ കർത്താവിന് വേണ്ടി നിന്നിട്ട്, എന്തേ ഞങ്ങളുടെ ലൈഫിൽ ഈ പ്രതിസന്ധി എന്ന് ഹൃദയവേദന കൊണ്ട് ദൈവത്തോട് ചോദിക്കുന്ന ഒരു ഗിദെയോനെ നിങ്ങൾക്ക് കാണാം. ചില സന്ദർഭങ്ങളിൽ ഹൃദയത്തിന്റെ ഭാരം കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട്, വിഷമങ്ങൾ കൊണ്ട്, വേദനകൾ കൊണ്ട്, സമൂഹത്തിൽ വെളിപ്പെടുന്ന വിപത്തുകൾ കൊണ്ട്, പകർച്ചവ്യാധികൾ കൊണ്ട് പല മനുഷ്യരും ചോദിച്ചേക്കാം, എന്തേ ദൈവമേ നീ പ്രവർത്തിക്കാത്തത്? എന്തേ നിന്റെ കരം വെളിപ്പെടാത്തത്? എന്തേ നീ ഇതിൽ അത്ഭുതം ചെയ്യാത്തത്? എന്തേ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം അയക്കാത്തത് എന്ന് ചോദിച്ചേക്കാം. പക്ഷേ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, ആ ചോദ്യത്തിന്റെ നടുവിലും, ആ ചോദ്യം നാം അവനോട് ചോദിക്കുമ്പോഴും നാം അറിയുന്നില്ല ആ പ്രശ്നത്തിൻ്റെയും പരിഹാരം അവൻ തന്നെയാണ് എന്നുള്ള സത്യം. നമുക്കൊന്നും നമ്മളാൽ ചെയ്യുവാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടത്തിൽ പലരും പറയുന്നൊരു കാര്യമുണ്ട്, മാക്സിമം ശ്രമിക്കുകയാണ്, മാക്സിമം ശ്രമിക്കുകയാണ്. പക്ഷെ ചിലതൊക്കെ കൈവിട്ടു പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ സകലതും അസ്തമിക്കുന്ന സാഹചര്യത്തിൽ, സകലതും തീർന്നു എന്ന് പറയുന്ന സന്ദർഭത്തിലും പ്രവർത്തിപ്പാൻ കഴിവുള്ള, ഇറങ്ങി വരാൻ കഴിവുള്ള, സാഹചര്യങ്ങളെ മാറ്റാൻ കഴിവുള്ള ദൈവത്തെ മറക്കുവാനും, അവിശ്വസിക്കുവാനും, വിമർശിക്കുവാനും, പരിഹസിക്കുവാനും ഒരിക്കലും ഇടയായിത്തീരല്ല. പക്ഷെ ഗിദെയോനെ ദൈവം മനസ്സിലാക്കി. അതാണ് എനിക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. വിമർശനത്തോടെ, വേദനയോടെ, നിന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു, മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലും
ഗിദയോനെ മനസ്സിലാക്കുന്ന, കളഞ്ഞിട്ട് പോകാത്ത ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണാം. സത്യമല്ലേ? നാം പിറുപിറുത്തതിനും നാം അവിശ്വസിച്ചതിനും നാം സംശയിച്ചതിനും ഒക്കെ പകരം വീട്ടുവാൻ ദൈവം നിന്നിരുന്നെങ്കിൽ നാം ഒന്നും ഇവിടെ കാണില്ല, നമുക്കൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നവനാണ്, നമ്മുടെ ദൈവം നമ്മളെ മനസ്സിലാക്കുന്നവനാണ്, നമ്മുടെ ദൈവം നമ്മുടെ പ്രകൃതി അറിയുന്നവനാണ്, നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്. ആ കർത്താവ് വലിയവനായ ദൈവമാണ്. ഗിദയോനോട് ദൈവം തമ്പുരാൻ പറയുന്നു, അപ്പോൾ യഹോവ അവനെ നോക്കി. 14-ാം വാക്യം ഭയങ്കര ശക്തമേറിയ ഒരു പദമാണ്. അപ്പോൾ യഹോവ അവനെ നോക്കി. ദൈവത്തിന്റെ ഒരു നോട്ടം മതി അവസ്ഥകൾക്ക് വ്യത്യാസം വരാൻ. ദൈവത്തിന്റെ ഒരു നോട്ടം മതി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ. ദൈവത്തിന്റെ ഒരു നോട്ടം മതി നിന്റെ ജീവിതം ഒരു അത്ഭുതമായി തീരുവാൻ. ഹല്ലേലൂയ. അപ്പോൾ യഹോവ അവനെ നോക്കി. എന്നിട്ട് ഗിദയോനോട് പറയുന്നു, യഹോവ അവനോട്, വാക്യം 16, ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നീ മിദ്യാനിനെ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് ദൈവം കൽപ്പിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, യഹോവയായ ദൈവം ഗിദയോനെ വിളിച്ചത് അല്ലയോ പരാക്രമശാലിയെ, മൈറ്റി വാരിയർ എന്നാണ്. പക്ഷെ ദൈവത്തോട് പറഞ്ഞത് ഞാനൊരു പരാജിതനാണെന്നാണ്. ഗിദയോനെ പരിചയപ്പെടുത്തിയ പദം ഞാനൊരു പരാജിതൻ. പക്ഷെ ഗിദയോനെ ദൈവം വിളിച്ചത് നീ ഒരു പരാക്രമശാലി എന്നാണ്. ദൈവമക്കളെ, നമ്മളെ കാണുന്നത് പോലെയും നമ്മളെ മറ്റുള്ളവർ കാണുന്നത് പോലെയും അല്ല നമ്മുടെ ദൈവം നമ്മളെ കാണുന്നത്. എന്നെയും നിങ്ങളെയും ദൈവം കാണുന്നത് അവൻ്റെ മക്കളായിട്ടാണ്. എന്നിലും നിങ്ങളിലും ശക്തരായ ഒരു വ്യക്തിത്വമാണ് തിരിച്ചറിയുക. ഇനി ഈ ഭാഗത്തെ ഞാൻ വളരെ ശ്രദ്ധിക്കുമ്പോൾ ദൈവജനമേ, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ദേശത്തിൽ വെളിപ്പെട്ട ഒരു പ്രതിസന്ധിയുടെ പരിഹാരത്തിനായി ദൈവം ഒരു മനുഷ്യനെ തെരഞ്ഞെടുക്കുകയാണ്. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളുടെ ദേശത്തിലെ വിഷയങ്ങളുടെ പരിഹാരത്തിനാണ്. എപ്പോഴും ഒരു ദൈവത്തിൻ്റെ പൈതൽ, ഒരു അഭിഷിക്തൻ, ഒരു അഭിഷിക്ത, ഒരു ദൈവദാസൻ, ഒരു ദൈവദാസി എന്ന് പറയുന്നത് സമൂഹത്തിലെ പല ചോദ്യങ്ങൾക്കും, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കും ഒരു പരിഹാരമായി നിൽക്കുവാൻ വേണ്ടിയിട്ടാണ്. നാം ഓരോരുത്തരും, ഞാനും നിങ്ങളുമെല്ലാം ദേശത്തിലെ കാവൽക്കാരാണ്. ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കേണ്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ നമുക്കത് വിവിധയിടങ്ങളിൽ കാണാൻ കഴിയും. ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്ത് മഴ പെയ്യിക്കാനും മഴ പെയ്യിക്കാതിരിക്കാനും ദൈവത്തിന് കഴിയും. പക്ഷേ ദൈവം അത് ചെയ്യാതെ ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിൽക്കുന്ന, പ്രതിപുരുഷനായി നിൽക്കുന്ന ഏലിയാവിനോടാണ് ദൈവം സംസാരിക്കുന്നത്. ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് കയറി ഏലിയാവ് പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല എന്നാണ്. കാരണം ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി, ദൈവത്തിൻ്റെ സ്ഥാനാപതിയായി ആ പട്ടണത്തിൽ നിൽക്കുന്ന പ്രവാചകൻ ഏലിയാവാണ്. ആമീൻ. ശൂനേംകാരിത്തിയുടെ ഭവനത്തിലേക്ക് എലീശ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാസ്തവപരമായ ഒരു കാര്യം, അവളുടെ ഭവനത്തിൽ വെളിപ്പെട്ട പ്രതിസന്ധിയുടെ നടുവിൽ എലീശ അവളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നീ പറക. അപ്പോൾ ആ സഹോദരി അവളുടെ സാഹചര്യത്തെ പ്രവാചകനോട് പറയുന്നു. വായ്കൾ തുറന്ന് ദൈവത്തോട് നിങ്ങൾ പറയുക. 2, പ്രധാനമായി അറിയേണ്ട ഒരു കാര്യം, ഓരോ പട്ടണങ്ങളിൽ, ഓരോ ദേശങ്ങളിൽ ദൈവത്തിൻ്റെ സ്ഥാനാപതികളായി നിൽക്കുന്ന ദൈവദാസന്മാർ, കുടുംബങ്ങൾ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളെ പട്ടണത്തിൻ്റെ കാവൽക്കാരനാക്കി ദൈവം നിർത്തിയിരിക്കുന്നെങ്കിൽ ഒരു ഞായറാഴ്ച മാത്രം ഒന്ന് കൊട്ടിപ്പാടി വീട്ടിൽ പോകാനല്ല. ദൈവം നിങ്ങളെ പട്ടണത്തിന്റെ കാവൽക്കാരായി നിർത്തിയിരിക്കുന്നെങ്കിൽ ഒരു സഭായോഗത്തിൽ കസേരയിട്ട് പുറകിൽ വന്ന് വെറുതെ പോകാനല്ല. ദേശത്തിന് വേണ്ടി, പട്ടണത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ. ഗിദയോനോട് ദൈവം പറയുന്നു, ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നീ ഒരൊറ്റ മനുഷ്യനെ പോലെ നിന്ന് മിദ്യാന്യരെ തോൽപ്പിക്കും. നമുക്ക് ചരിത്രം അറിയാം. പിന്നത്തേതിൽ ഈ ഗിദയോൻ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. ഒരൊറ്റ മനുഷ്യനായി നിന്ന് മിദ്യാന്യ ശക്തികളെ തുടച്ചു നീക്കി. ദേശം വിടുവിക്കപ്പെട്ടു, പട്ടണത്തിൽ സമാധാനമുണ്ടായി, കൃഷിഫലങ്ങൾ തിരികെ വന്നു, സകലതും റെസ്റ്റോർ ചെയ്യപ്പെട്ടു, ഒരു റെസ്റ്റോറേഷൻ ഉണ്ടായി.
ഇന്ന് രാജ്യങ്ങൾക്ക് വേണ്ടത്, സംസ്ഥാനങ്ങൾക്ക് വേണ്ടത് ഈ ഒരു റെസ്റ്റോറേഷൻ ആണ്. സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ, ആരോഗ്യം പുനഃസ്ഥാപിക്കപ്പെടട്ടെ, നന്മകൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ, ആരാധനകൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ, ദേശം കർത്താവിൻ്റെ വചനത്താൽ വിടുവിക്കപ്പെടട്ടെ. ഒരു വലിയ പുനഃസ്ഥാപനം ഇന്ന് ദേശത്തിന് ആവശ്യമാ പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങൾക്ക് ആവശ്യമാ പ്രിയപ്പെട്ടവരെ. ആ പുനഃസ്ഥാപനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ചില ഗിദയോന്മാരെ കർത്താവിന് ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ വിളിയുടെ മുമ്പിൽ എന്നെ കൊണ്ട് ഇത് പറ്റില്ലെന്ന് പറഞ്ഞാലും, എന്നെ കൊണ്ട് ഇത് സാധ്യമല്ലെന്ന് പറഞ്ഞാലും, ആ ദൈവവിളിയുടെ മുമ്പിൽ സംശയിക്കാതെ, അവിശ്വസിക്കാതെ പ്രതികരിക്കുന്ന ചില ഗിദയോന്മാരെ കർത്താവിന് ആവശ്യമുണ്ട്. ഈ 13-ാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്, 6-ാം അധ്യായം, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നത്, ഗിദയോൻ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ വിളിയോട് പ്രതികരിച്ചതാണ്. ഗിദയോനോട് ദൈവം സംസാരിക്കുമ്പോൾ ഗിദയോൻ തിരിച്ച് ദൈവത്തോട് സംസാരിച്ചു. ഗിദയോൻ ദൈവത്തോട് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ദൈവത്തിൻ്റെ വിളിയുടെ മുമ്പിൽ പ്രതികരിക്കുന്ന, ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയോട് ദൈവത്തിന് വീണ്ടും ചിലത് അറിയിക്കാനുണ്ട്. രണ്ടാമതായി ഗിദയോൻ തൻ്റെ മേളിൽ വന്ന ദൈവികമായ വിളിയെ ഉറപ്പിച്ചു. വാക്യം 17 അതാണ് കാണുന്നത്. ഒരു കൺഫർമേഷൻ ദൈവത്തോട് ചോദിച്ചു. ദൈവമേ, നീ എനിക്കൊരു അടയാളം കാണിച്ചു തരണമേ, നീ എനിക്കൊരു കൺഫർമേഷൻ തരണമേ. നീ എന്നെ വിളിച്ചുവെന്നും നീ എന്നെ തിരഞ്ഞെടുത്തുവെന്നും പട്ടണത്തിൻ്റെ കാവൽക്കാരനാക്കിയെന്നും ദേശത്തിൻ്റെ പ്രതിസന്ധികൾക്കൊരു പരിഹാരകനാക്കി നീ എന്നെ എഴുന്നേൽപ്പിച്ചു എന്നുള്ളതിന് എനിക്കൊരു അടയാളം തരണമേ. രണ്ടാമതായി ദൈവത്തോട് കൺഫർമേഷൻ ചോദിച്ചു. മൂന്നാമതായിട്ട് കാണുന്നത് 24, 25, 26 വാക്യങ്ങളിൽ ഗിദയോൻ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. അതിന് യഹോവ ശാലോം എന്ന് പേരിട്ടു. അതിന്നുവരെയും അബിയേസർക്കുള്ള ഒഫ്രിയയിൽ ഉണ്ട്. 25-ാം വാക്യം, അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടു ചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള ശേരാ പ്രതിഷ്ഠയെ വെട്ടിക്കളയുക. ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെ എടുത്ത് നീ വെട്ടിക്കളയുന്ന ശേരാ പ്രതിഷ്ഠയുടെ വിറക് കൊണ്ട് ഹോമയാഗം കഴിക്കുക. ഒന്നാമതായി ഗിദയോനോട് പറഞ്ഞു, നീ യാഗപീഠം പണിയുക, നീ ചിലതിനെ വെട്ടിക്കളയുക, വെട്ടിക്കളയേണ്ടതിനെ വെട്ടിക്കളയുക, നീക്കിക്കളയേണ്ടതിനെ നീക്കിക്കളയുക, പണിയേണ്ടതിനെ പണിയുക. ജീവിതത്തിൽ ഒരു ക്രമീകരണം നീ കൊണ്ടുവരിക. ഇന്ന് എനിക്ക് എൻ്റെ എല്ലാ സഹോദരങ്ങളോടും പറയാനുള്ളത്, ലോകമെല്ലാം ഭയങ്കരമായ ഒരു ഹുങ്കിലേക്ക്, അഹങ്കാരത്തിലേക്ക്, തിന്മയിലേക്ക്, എന്നെയും കൊണ്ട് എല്ലാം പറ്റുമെന്നുള്ള ചിന്തയിലേക്ക് സമസ്ത മേഖലകളും കടന്നുപോയപ്പോൾ ദൈവം കാണിച്ചു തന്നു, മനുഷ്യ, നിന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല, നീ നിസ്സഹായനാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവം ലോകത്തെ കാണിക്കുകയാണ്. അഹങ്കാരങ്ങളെ വെടിഞ്ഞ്, പദവികളെ വെടിഞ്ഞ്, ഞാനെന്നുള്ള ഭാവങ്ങളെ ഉപേക്ഷിച്ച് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം, അവർ പാപങ്ങളെ ഉപേക്ഷിച്ച് തന്നെ താൻ താഴ്ത്തി ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ ദേശത്തിന് വേണ്ടി ഗിദയോൻ ദൈവത്തിന്റെ വിളിയുടെ മുമ്പിൽ പ്രതികരിച്ചു. 2, ആ വിളിയെ ദൈവത്തിന്റെ മുൻപാകെ തന്നെ ഗിദയോൻ ഉറപ്പിച്ചു, കൺഫേം ചെയ്തു. 3, ആ വിളിയിലേക്ക് എത്തുവാൻ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പിലാകുവാൻ ഗിദയോൻ എന്താ ചെയ്തേ? ഒരു വലിയ ക്രമീകരണം കൊണ്ടുവന്നു. പണിയേണ്ട യാഗപീഠം പണിതു, പൊളിക്കേണ്ടത് പൊളിച്ചു, വെക്കേണ്ടത് വെച്ചു, കെട്ടേണ്ടത് കെട്ടി, ക്ലിയർ ചെയ്യേണ്ടതെല്ലാം ക്ലിയർ ചെയ്തു. നമ്മുടെ ലൈഫിൽ എവിടെങ്കിലും ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തടസ്സമായി, ദൈവകരം ചലിക്കുവാൻ തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടിക്കളയേണ്ടതാണെങ്കിൽ അതിനെ വെട്ടിക്കളയണം, പിഴുതു മാറ്റേണ്ടതാണെങ്കിൽ അതിനെ പിഴുതു മാറ്റണം, തുടച്ചു നീക്കേണ്ടതാണെങ്കിൽ തുടച്ചു നീക്കണം, നിയന്ത്രിക്കേണ്ടതാണെങ്കിൽ അതിനെ നിയന്ത്രിക്കണം. ആമീൻ, സ്തോത്രം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ വസിക്കേണ്ടത് ലോകത്തിൻ്റെ തിന്മകളല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ്. ഈ 3 കാര്യം ഗിദയോൻ ചെയ്തപ്പോൾ ശ്രദ്ധിക്കുക, കർത്താവിൻ്റെ ദാസൻ ആ വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും. 1, ഗിദയോൻ ദൈവത്തിൻ്റെ വിളിയോട് പ്രതികരിച്ചത് 13-ാം വാക്യത്തിൽ കാണുന്നു. 2, ആ വിളിയെ ഉറപ്പിച്ചത് 17-ാം വാക്യത്തിൽ കാണുന്നു. ദൈവത്തിൻ്റെ വിളിയുടെ മുൻപിൽ ആ പറഞ്ഞ വാഗ്ദത്തങ്ങൾ നടപ്പിലാകാൻ ക്രമീകരിക്കേണ്ടത് ക്രമീകരിച്ചത് 24, 25, 26 വാക്യങ്ങളിൽ കാണുന്നു. എന്നാൽ ഇത്രയും കാര്യങ്ങൾ ഗിദയോൻ ചെയ്തപ്പോൾ 34-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. ആ വാക്യം ശ്രദ്ധിക്കാം. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദയോന്റെ മേൽ വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദയോന്റെ മേൽ വന്നു. എപ്പോഴാണ് യഹോവയുടെ ആത്മാവ് ഗിദയോന്റെ മേൽ വന്നത്? 1, അവൻ ദൈവവിളിയോട് പ്രതികരിച്ചപ്പോൾ. 2, ആ ദൈവത്തിന്റെ വിളിയെ തിരസ്കരിക്കാതെ അവൻ ഉറപ്പിച്ചപ്പോൾ.
3, ആ കർത്താവിന്റെ വാഗ്ദത്തം ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചപ്പോൾ അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നതിനാൽ അവൻ എന്ത് ചെയ്തു? അവിടെ എഴുതിയിരിക്കുന്നു, അവൻ കാഹളമൂതി. എപ്പോഴും ട്രംപറ്റ്, കാഹളം എന്ന് പറയുന്നത് ജയത്തെയാണ് കാണിക്കുന്നത്. രാജാതി രാജാവും കർത്താതി കർത്താവുമാകുന്ന നമ്മുടെ യേശു കർത്താവ് കടന്നു വരുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെയാണ്. കാഹളം എന്ന് പറയുന്നത് ജയത്തിന്റെ ഭേരിയാണ്. ഇസ്രായേൽ ജനം കാഹളമൂതിയപ്പോൾ, ജോഷുവയുടെ നേതൃത്വത്തിൽ പുരോഹിതന്മാർ ഒന്നിച്ച് കാഹളമൂതിയപ്പോൾ അവർക്ക് വലിയ വിജയമുണ്ടായി. യെരിഹോ മതിൽ നിലംപരിചാകുവാനിടയായി. കാഹളം എന്ന് പറയുന്നത് ജയത്തിന്റെ ശബ്ദമാണ്. ദൈവത്തിന്റെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നപ്പോൾ അവൻ ജയത്തിന്റെ കാഹളം നീട്ടി ഊതുവാനിടയായി. മിദ്യാന്യ ശക്തികൾ മുടിക്കുന്ന ഒരു കാലമുണ്ടെങ്കിലും, പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു കാലമുണ്ടെങ്കിലും, വെല്ലുവിളികളുടെയും ശൂന്യതകളുടെയും ഒറ്റപ്പെടലിന്റെ ഒരു കാലഘട്ടമുണ്ടെങ്കിലും, ലോകത്തിലെ രാജ്യങ്ങളോട്, ദൈവത്തിന്റെ മക്കളോട്, ദൈവസഭകളോട്, പാസ്റ്റേഴ്സിനോട്, പുരോഹിതന്മാരോട്, ശുശ്രൂഷകരോട്, അച്ഛന്മാരോട്, ഉപദേശിമാരോട്, ദൈവമക്കളോട്, എല്ലാ ജാതി മത സഭാ വിഭാഗ്യമന്യേ സകല ജനത്തോടും പറയുന്നു, മിദ്യാന്യ ശക്തികൾ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ആ കാലഘട്ടത്തിന്റെ പരിഹാരത്തിനായി നിങ്ങളെ പോലെ ചില ഗിദെയോന്മാരെ എൻ്റെ ദൈവം പട്ടണങ്ങളിൽ, ദേശങ്ങളിൽ എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇടിവിൽ നിർത്തി പ്രാർത്ഥനയിലൂടെ സകലത്തിലും ജയം പ്രാപിച്ച് മുന്നോട്ട് വരിക മാത്രമല്ല, ജയത്തിന്റെ കാഹളം ഊതും. ഒരു ഉണർവിന്റെ ശബ്ദം എൻ്റെ കാതുകളിൽ ഞാൻ മുഴങ്ങിക്കേൾക്കുകയാണ്. വലിയ ഉണർവുകൾ ഉണ്ടാകും, വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടാകും. യഹോവയുടെ നാമം ദേശത്തിൽ മഹത്വപ്പെടും. യഹോവയുടെ നാമം ദേശത്തിൽ വെളിപ്പെട്ടു വരും. ജീവനുള്ള ഒരു ദൈവമുണ്ട് എന്ന് ലോകം പറയുന്ന ദിനങ്ങൾ അടുത്തിരിക്കുക പ്രിയപ്പെട്ടവരെ. ദൈവവിശ്വാസികളല്ലാത്തവരും ബൈബിൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളിൽ പോലും ദൈവവചനത്തിന്റെ പ്രസക്തികൾ വെളിപ്പെടുന്ന സന്ദർഭങ്ങൾ വെളിപ്പെടാൻ പോകുക. ഗിദെയോനെ പോലെ കാഹളമൂതിക്കൊണ്ട് ജയത്തിന്റെ വലിയ പേര് മുഴങ്ങുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമുക്ക് ദൈവം വിജയം നൽകും. ദൈവമക്കളെ, നിങ്ങളുടെ വിഷയങ്ങളിൽ ദൈവം ഒരു അത്ഭുതത്തെ ചെയ്യും. മിദ്യാനി ശക്തികൾക്ക് എല്ലാ കാലവും പീഡിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ജനത്തെ എല്ലാ നാളും മുടിക്കാൻ കഴിയത്തില്ല. എല്ലാ നാളും പരിഹസിക്കാൻ കഴിയത്തില്ല. എല്ലാ ദിവസവും കണ്ണുനീരല്ല, എല്ലാ ദിവസവും പ്രതിസന്ധിയല്ല, എല്ലാ ദിവസവും വെല്ലുവിളിയല്ല. പ്രവർത്തിക്കുന്നവനായ ദൈവം തൻ്റെ പ്രവൃത്തി അയക്കും. പക്ഷേ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പറയാൻ കഴിയണം, നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. ദൈവമക്കളെ, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ നമ്മുടെ ഉയർച്ചയിൽ നമ്മൾ മറക്കരുത്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. നാളത്തെ ദിവസം ദൈവിക സംരക്ഷണത്തെക്കുറിച്ചും ദൈവദൂതന്മാർ നൽകുന്ന പ്രൊട്ടക്ഷനെ കുറിച്ചുമൊക്കെ ദൈവവചനത്തിൽ നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ വീണ്ടും ഒരിക്കൽ കൂടെ പറയട്ടെ, നമ്മളെ വിളിക്കുന്നത് നമ്മളെ കാണുന്ന പോലെ അല്ല, നമ്മുടെ ദൈവം നമ്മളെ കാണുന്നതും നമ്മുടെ കർത്താവ് നമ്മളെ അറിയുന്നതും. ജയത്തിൻ്റെ കർത്താവ് ജയം നൽകും, വിജയിപ്പിക്കുന്ന കർത്താവ് വിജയം നൽകും. വീണ്ടും ജനിച്ചവർ ലോകത്തെ ജയിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ദേശങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. യഹോവാവിനോട് ഞാൻ നിന്റെ കൂടെ ഇരിക്കും. അതെ ദൈവമക്കളെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കർത്താവ് എല്ലാ സാഹചര്യങ്ങളിലും പ്രവർത്തിപ്പാൻ മതിയായവനായ ദൈവമാണ്. ദൈവകരങ്ങളിലോട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച്, അവിശ്വാസത്തിൻ്റെ വാക്കുകൾ നിങ്ങളുടെ വായകൾ കൊണ്ട് പറയരുത് പ്രിയപ്പെട്ടവരെ. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന, നെഗറ്റീവായിട്ടുള്ള വീഡിയോകൾ, നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ, വർത്തമാനങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കരുത്. നിങ്ങളുടെ അകത്ത മനുഷ്യന് വചനം കൊടുത്ത് ആ അകത്ത മനുഷ്യനെ ശക്തീകരിക്കുക. നിങ്ങളുടെ കാതുകളിൽ കേൾക്കുന്നതിനും നിങ്ങളുടെ കണ്ണുകൾ കാണുന്നതിനും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ പറയുന്നു, ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വസൂരിയും ചിക്കൻ ബോക്സും സ്വൈൻ ഫ്ലൂ ഒന്നുമല്ല. ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഭയമാണ്. ഏറ്റവും വലിയ വൈറസ് ഭയമാണ്.
ഭയം അകത്ത് കയറിയാൽ ആ ഭയം നിങ്ങളെ പരാജയപ്പെടുത്തും, ആ ഭയം നിങ്ങളെ തകർത്ത് കളയും, ആ ഭയം നിങ്ങളെ ഇല്ലാതാക്കും. അതുകൊണ്ടാണ് ആ വാക്യം ദയവായിട്ടൊന്ന് കർത്താവിൻ്റെ ദാസൻ വായിക്കാമോ? യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം. ഇന്ന് ലൈവിൽ എന്നെ വാച്ച് ചെയ്യുന്നവരെല്ലാവരും ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കുകയും ഒന്ന് കാര്യമായിട്ട് എല്ലാവരും ആ വാക്യം ഒന്ന് വായിക്കുകയും ചെയ്യണം. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ മറുവിലയായി ഞാൻ മിസ്രൈമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്ത് നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. കണ്ണുണ്ടായിട്ടും കുരുടന്മാരായും ചെവി ഉണ്ടായിട്ടും ചെകിടന്മാരായിരിക്കുന്ന ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവീൻ. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവമക്കളെ, നമ്മുടെ കർത്താവിൻ്റെ വരവ് വളരെ വേഗത്തിൽ സംഭവിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ തലമുറയിൽ ജീവിക്കുന്ന നമുക്ക് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഇപ്പം നടക്കുന്നതായ വ്യാധികളും കാര്യങ്ങളുമൊക്കെ നാളെ തന്നെ കർത്താവ് വരുമെന്നുള്ളതിൻ്റെ അടയാളമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, അങ്ങനല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്, ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. കാരണം ലൂക്കോസിന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം അതിൻ്റെ 10 മുതൽ 10-11 വാക്യങ്ങളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അന്ത്യകാലത്തിൽ കർത്താവിൻ്റെ വരവിന് മുൻപുള്ള ചില ലക്ഷണങ്ങളൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? വലിയ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും. അതിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചാൽ, ജാതി ജാതിയോടും. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഇവിടെ ഉണ്ടാകും. ആ വാക്കൊന്ന് കേട്ടോണം, മഹാവ്യാധികൾ അവിടെ ഇവിടെ ഉണ്ടാകും. ഇതൊക്കെ കാണുമ്പോൾ ആകാശത്തിൽ ഭയങ്കര കാഴ്ചകളും മഹാലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭമാണ്. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളായതൊക്കെ. അതുകൊണ്ട് ഏത് സമയം അത് സംഭവിക്കാം, ഏത് നാളിലും അത് സംഭവിക്കാം. പക്ഷേ ദേശത്തിന്റെ കാവൽക്കാരെ, പട്ടണത്തിന്റെ കാവൽക്കാരെ, വിളക്കിനോടുകൂടെ എണ്ണയും എടുത്ത് മണവാളനെ കാത്തിരിക്കുവാൻ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഒരുക്കമുള്ളവരായിരിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. തളർന്നു പോകരുത്, പതറിപ്പോകരുത്, ഉറച്ച് വിശ്വസിച്ച് നിൽക്കണം. ഹല്ലേലൂയ. അല്ലയോ പരാക്രമശാലിയെ, എഴുന്നേൽക്ക. യഹോവ നിന്നോട് കൂടെയുണ്ട്. യഹോവ ജോസഫിനോട് കൂടെയിരുന്നു, അവൻ കൃതാർത്ഥനായി തീർന്നു. യഹോവ ഗിദയോനോട് കൂടെയിരുന്നു, അവൻ ജയാളിയായി തീർന്നു. യഹോവ ആരുടെയൊക്കെ ഒപ്പമുണ്ടായിരുന്നു, ദൈവ സാന്നിധ്യം ആരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു, അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു, വിജയിച്ചു. അതെ, വിജയിച്ച കർത്താവ് നിങ്ങളെ വിജയിപ്പിക്കും. ജയാളിയായ കർത്താവ് നമുക്ക് ജയം നൽകും. വീണ്ടും ജനിച്ചവർ ലോകത്തെ ജയിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒന്നിച്ച് കൈകളെ കോർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഏതൊക്കെ ഭവനങ്ങളിൽ, ഏതൊക്കെ വ്യക്തികളായി ഇപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, അവർക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം കർത്താവിൻ്റെ സാന്നിധ്യം അവരെ സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം കർത്താവിൻ്റെ സാന്നിധ്യം അവരെ സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവരെ കവർ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, നിന്റെ വിലയേറിയ രക്തത്തിൽ അവരെ മറച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരേത് പ്രതിസന്ധിയിലൂടെ, ഏത് വിഷയത്തിലൂടെ കടന്നു പോകുന്നു, അതിൻ്റെ എല്ലാം മുകളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമുണ്ടാകട്ടെ.
കർത്താവെ, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രത്യേകിച്ച് ഭാരതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കരം ചലിക്കണമേ, നിന്റെ പ്രവൃത്തിയെ നീ അയക്കണമേ, വലിയ അത്ഭുതങ്ങൾ നീ ചെയ്യണമേ. താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. ഓ താങ്ക് യു ലോർഡ് ജീസസ്. എല്ലാ ബാധകളെയും അടക്കണമേ. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ കർത്താവേ, എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ കർത്താവേ. യേശുവേ, 2019 വർഷത്തിന് മുൻപ് മരുന്ന് കണ്ടുപിടിച്ചതിനും കണ്ടുപിടിക്കാത്തതിനും ഒക്കെ നീ സൗഖ്യം കൊടുത്ത കർത്താവ. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച് കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന കർത്താവ. അന്ധന് കാഴ്ചയും ചെകിടന് കേൾവിയും നീ കൊടുത്ത ദൈവമാണ്. യേശു കർത്താവേ, അത്ഭുതത്തിന്റെ ദൈവമേ, വിടുതലിന്റെ കർത്താവേ, നിന്റെ പ്രവൃത്തി നിന്റെ ജനത്തിന്റെ മേൽ, രാജ്യങ്ങളുടെ മേൽ, സംസ്ഥാനങ്ങളുടെ മേൽ നീ ഇവിടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തെ നീ എവിടുന്ന് സംരക്ഷിക്കുന്നതിനായി സ്തോത്രം. നിന്റെ വലിയ രക്തത്തിൽ മറയ്ക്കുന്നു. ആരൊക്കെ ഈ ദിവസങ്ങളിൽ ഉപവാസത്തിൽ പ്രാർത്ഥനയിലായിരിക്കുന്നു, നിന്റെ വലിയ പ്രവൃത്തിയാൽ അവരെ നിറയ്ക്കണമേ. അടിയങ്ങളെ ബലപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെ കുറിച്ച് യഹോവ നിങ്ങൾക്ക് സങ്കേതവും കോട്ടയും, നിങ്ങൾ ആശ്രയിക്കുന്ന നിങ്ങളുടെ ദൈവമാണ്. അവൻ നിങ്ങളെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും അവൻ വിടുവിക്കുന്ന ദൈവമാണ്. കൂരിരുളിന്റെ താഴ്വരെ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടില്ല. യഹോവേ, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ ഭയപ്പെടും? എൻ്റെ വൈരികളും ശത്രുക്കളുമായവർ എൻ്റെ മാംസത്തിനോട് അടുക്കുമ്പോൾ അവർ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ നിർഭയമായിരിക്കും. കർത്താവ് നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളത്തെ വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. മറ്റുള്ളവരിലേക്ക് ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ മാനിക്കട്ടെ.